വഖഫ് ബിൽ വീണ്ടും ചർച്ചയാകുമ്പോൾ ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർക്കണമെന്ന ആഹ്വാനവുമായി പാളയം ഇമാം സുഹൈബ് മൗലവി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ന് എല്ലാവരും മനസ്സും വയറും നിറച്ചുകൊണ്ട് നല്ലൊരു പെരുന്നാൾ ദിവസം ആഘോഷിക്കുന്ന വേളയിൽ തന്നെയാണ് വീണ്ടും മറ്റൊരു കലാപം തുടങ്ങി വയ്ക്കുവാനുള്ള തിരി കൊളുത്തിയിരിക്കുന്നതും. അള്ളാഹുവിന്റെ സ്വത്തുക്കളാണ് അവർ കൈക്കലാക്കി വെച്ചിരിക്കുന്നത്. അതിന്മേലാണ് ഈ ബന്ധനം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സ്വത്തിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കണം. വിശ്വാസികൾ വഖഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യണമെന്നത് ഖുർആന്റെ തത്വമാണ് എന്നതാണ് മൗലവി പറയുന്നത്. വഖഫ് അധിനിവേശത്തിൽ വേദനിക്കുന്ന കുടുംബങ്ങളുടെ നെഞ്ചിൽ ചവിട്ടിയിട്ടാണ് ഈ മത നേതാക്കന്മാർ ഓരോ ആഹ്വാനവും നടത്തുന്നത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. മൗലവി പറയുന്നത് ഇങ്ങനെയാണ്: വഖഫ് വസ്തുക്കൾ ദാനം ചെയ്ത വസ്തുക്കൾ എന്നതാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന്റെ സ്വത്തുക്കൾ എന്ത് വില കൊടുത്തും സംരക്ഷിക്കണം. വിശ്വാസികൾ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യണമെന്നത് ഖുർആന്റെ തത്വമാണ്. വഖഫ് ബിൽ മത സ്വാതന്ത്ര്യത്തിന് എതിരാണ്. വഖഫ് നിയമം ഭേദഗതി ചെയ്യാനുള്ള നീക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി വഖഫ് ഉപയോഗിക്കാൻ പാടില്ല എന്നും അള്ളാഹുവിന്റെ വകകൾ സംരക്ഷിക്കണമെന്നും വഖഫുകൾ അള്ളാഹുവിന്റെ ദാനമാണ് എന്നും വഖഫ് നിയമത്തിന് നിരക്കാത്തതൊക്കെയാണ് നിയമത്തിലുള്ളതെന്നും വഖഫ് പാസ്സായാൽ വഖഫ് സ്വത്ത് നഷ്ടമാകുമെന്നും എല്ലാ മനുഷ്യരും ഈ ബില്ലിന് വിയോജിപ്പ് പ്രകടമാക്കണമെന്നും ഇമാം ആഹ്വാനം ചെയ്യുകയാണ്. സ്വന്തം കിടപ്പാടം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുനമ്പം ജനത സമരം തുടങ്ങിയതിനിടയിലാണ് പാളയം ഇമാമിന്റെ ഈ ഒരു പരാമർശം വന്നിരിക്കുന്നതും. അതേസമയം അവർ സ്വന്തം മതത്തിന്റെ ആചാരങ്ങൾ മുറുകെ പിടിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോൾ ഇവിടെ നഷ്ടമാകുന്നത് ആയിരങ്ങളുടെ കിടപ്പാടമാണ് എന്നത് ആരും തന്നെ ഓർക്കുന്നില്ല. ഇവരെ വഴിയാധാരമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നതും. കൂടാതെ തന്നെ ഇപ്പോൾ DMK മന്ത്രിയായ S രഘുപതിയും ഇത്തരത്തിലൊരു പ്രസ്താവന തന്നെ നടത്തി രംഗത്ത് വന്നിട്ടുണ്ട്. വഖഫിന്റെ കീഴിലുള്ള വസ്തുക്കളെല്ലാം തന്നെ അള്ളാഹുവിൻ്റെതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നത് വഖഫ് ബോർഡിന് കീഴിലുള്ള ഭൂമി മുഴുവൻ സ്വന്തമാക്കണം എന്നതാണ് BJPയുടെ ശ്രമം. ഇതുവഴി മുസ്ലിം ജനതയെ സാമ്പത്തികമായും വൈകാരികമായും ശക്തിയില്ലാത്തവരാക്കി മാറ്റണം എന്നതാണ് പറയുന്നതും. യഥാർത്ഥത്തിൽ വഖഫ് ഭൂമിയും സ്വത്ത് വകകളും അള്ളാഹുവിൻ്റെയും മുസ്ലിങ്ങളുടെയുമാണ്. അതിൽ സർക്കാരിന് അവകാശമില്ല എന്നാണ് രഘുപതിയുടെ പക്ഷം. അതുപോലെ തന്നെ AIDMKയുമായി അടിക്കടി ചർച്ച നടത്തുന്നുണ്ട് എന്നതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത്. BJPയുമായി AIDMK ബന്ധം ശരിക്കും അവസാനിപ്പിച്ചുവെങ്കിൽ പിന്നെ എന്തിനാണ് ചർച്ചയെന്നും ആരെയാണ് മന്ദബുദ്ധികളാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതെന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. സത്യത്തിന് ഒരു നാളും മറഞ്ഞിരിക്കാൻ കഴിയുകയില്ല എന്നും എപ്പോഴെങ്കിലും സത്യം മറന്നേക്ക് പുറത്തു വരുമെന്നും രഘുപതി വ്യക്തമാക്കുകയാണ്. അതേസമയം അള്ളാഹുവിന് ദാനം കൊടുക്കുന്ന സ്വകാര്യ സ്വത്ത് എന്നതാണ് വഖഫ് പൊതുവെ അറിയപ്പെടുന്നത്. മതപരമായ അല്ലെങ്കിൽ ജീവകാരുണ്യ ആവശ്യങ്ങൾക്കായി സ്വത്ത് ദാനം ചെയ്യുന്ന ഒരു ഇസ്ലാമിക ചാരിറ്റബിൾ എൻഡോമെന്റിനെയാണ് വഖഫ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു വസ്തുവിനെ വഖഫായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കുവാനോ കൈമാറ്റം ചെയ്യുവാനോ കഴിയില്ല. ശാശ്വതമായി ചാരിറ്റബിൾ ട്രസ്റ്റിൽ തുടരും. മതപരമായ ആവശ്യത്തിനോ ജീവകാരുണ്യ പ്രവർത്തനത്തിനോ ആണ് ഈ സ്വത്ത് ഉപയോഗിക്കുക. ഈ ആശയം സൈദ്ധാന്തികമായി ശ്രേഷ്ഠമാണെങ്കിലും പ്രായോഗികമായി വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. വ്യാപകമായ കൊടുകാര്യസ്ഥതയും നിയമപരമായ അവകാശവാദങ്ങളും ആരോപണങ്ങൾ ഇതിന്റെ പേരിൽ ഉയർന്നു കഴിഞ്ഞു. ഇന്ത്യയിൽ ഉടനീളം സ്വകാര്യ ഭൂമി മുതൽ പ്രധാന നഗര റിയൽ എസ്റ്റേറ്റ് വരെയുള്ള ആയിരക്കണക്കിന് സ്വത്തുക്കൾ പലപ്പോഴും ശരിയായ ഡോക്യുമെന്റേഷനോ വിവരങ്ങളോ ഇല്ലാതെ തന്നെ വഖഫായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.